ضيوفنا الأفاضل، إخواني وأخواتي، أيها الحفل الكريم، السلام عليكم ورحمة الله وبركاته. إنه لشرف كبير لنا أن جمعنا الله في هذا المؤتمر العظيم وفي هذه الأمسية المباركة، ولم يجمعنا سوى الأخوة الإسلامية والمحبة الإنسانية والاتحاد والتناغم الإيماني لنبحث معا موضوعا هاما يهم أبناء الأمة الإسلامية بصفة خاصة وكافة البشر بصفة عامة، ألا وهو التعبير عن محبتنا واحترامنا لخاتم الأنبياء والسيد المرسلين صلى الله عليه وسلم المبعوث رحمة للعالمين. ദൈവം തമ്പുരാൻ കാലാകാലങ്ങളിൽ ഈ ലോകത്തേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാൻ റുഷ്ദി രചിച്ച സാത്താനിക് വേഴ്സസ് മുതൽ ഈ അടുത്ത് ഇന്നസെൻസ് ഓഫ് മുസ്ലിം വരെയുള്ള പരമ്പരകളിലൂടെ പരിശുദ്ധ ഖുർആനിനെയും ഇസ്ലാമിനെയും പ്രവാചകനെയും ഒക്കെ തേജോവധം ചെയ്ത് കൊണ്ടിരിക്കുന്ന സയനിസ്റ്റ് പാശ്ചാത്യ ഗൂഢതന്ത്രങ്ങൾ, അതിന് പിന്നിലുള്ള അവരുടെ ഗൂഢതന്ത്രങ്ങളെ തുറന്നു കാണിക്കുക എന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഉദ്ദേശം. مصالح دائمة وليس لهم أصدقاء دائمون، ولكن القيم الأخلاقية قبل كل شيء، الوفاء بالعهد حتى مع المخالف وحتى مع العدو. يجب أن يقسط الإنسان مع غير المسلم ومع المسلم على سواء. ما أحوج العالم اليوم إلى نشر مثل هذه القيم ونشر مثل هذه الفضائل. صراحة إخواني الجالية الهندية وإخواننا في اللجنة الإسلامية، أحب أن أشكركم جزيل الشكر على وقفتكم ونصرتكم لهذا اليوم. هذا يعتبر من أعظم الأيام، وجودنا متكاتفين متلاحمين لنصرة الرسول صلى الله عليه وسلم ولصد الإشاعات وجميع الدول التي تقف أمامنا لتشويه صورة الرسول صلى الله عليه وسلم، فنحن نصدها دائما ونقف في وجهها، ويجب أن نتكاتف أكثر وأكثر حتى نقف أمام هؤلاء المغرضين والحاقدين على الرسول صلى الله عليه وسلم وعلى الأمة الإسلامية. هل الرسول صلى الله عليه وسلم بعث للعرب فقط؟ هو رسول عربي. الكتاب الذي أنزل عليه كتاب عربي، ولكنه ليس رسولا للعرب فقط، كما ذكر سبحانه: وما أرسلناك إلا رحمة للعالمين. ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി മനുഷ്യ കുലത്തിന് മുഴുവൻ വഴികാട്ടിയായി നിയോഗിതനായ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാനവ സമൂഹത്തിൻ്റെ ഇഹപര വിജയത്തിനാവശ്യമായ സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയും സമ്പൂർണ്ണ ജീവിത മാതൃകയും സമർപ്പിച്ച ശേഷമാണ് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഛിന്ന ഭിന്നമാക്കപ്പെട്ട മാനവ സമൂഹത്തെ വിശ്വ മാനവ സാഹോദര്യത്തിലേക്കും വിശ്വൈക്യ സ്വഭാവമുള്ള സാമൂഹ്യ ക്രമത്തിലേക്കും ആനയിക്കുവാൻ വിശുദ്ധ ഇസ്ലാമിന് മാത്രമേ സാധിക്കൂ എന്ന് ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ച അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ വിട്ടേക്കുക. ശത്രുപക്ഷത്തിൻ്റെ മരങ്ങൾ നിങ്ങൾ മുറിക്കരുത്. അവരുടെ കാലികളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. ആയുധവുമായി അടർക്കളത്തിൽ നിങ്ങളോട് ഏറ്റുമുട്ടുവാൻ വേണ്ടി രംഗത്ത് വരുന്ന ആളുകൾ ആരാണോ അവരുമായി മാത്രം നിങ്ങൾ ഏറ്റുമുട്ടുക എന്നതായിരുന്നു പ്രവാചകന്റെ അധ്യാപനം. മനുഷ്യ സമൂഹത്തോട് മാത്രം കരുണയോടുകൂടെ വർത്തിക്കുവാനല്ല പ്രവാചകൻ പറഞ്ഞത്, ജീവജാലങ്ങളോട് പുണ്യം ചെയ്യാൻ. അലനാ ഫിൽ ബഹാഇമി അജ്ർ
മിണ്ടാപ്രാണികൾക്ക് പുണ്യം ചെയ്താൽ ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമോ എന്ന ചോദ്യത്തിന് പച്ചക്കരളുള്ള ഏത് ജീവിക്ക് നിങ്ങൾ പുണ്യം ചെയ്താലും അത് പ്രതിഫലാർഹമാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയ ഒരു സ്ത്രീയുടെ കഥ, ആഹാരം നൽകാതെ പൂച്ചയെ കെട്ടിട്ടതിൻ്റെ പേരിൽ മറ്റൊരു സ്ത്രീ നരകത്തിൽ പോകേണ്ടതിൻ്റെ കഥ പ്രവാചകൻ പഠിപ്പിച്ചു. വസന്ത വിപ്ലവം എന്നാണ് ഇത് വലിയൊരു സംഗതിയായിട്ട് വരുന്നത്. വസന്ത വിപ്ലവം, വസന്തത്തിൻ്റെ വിപ്ലവം എന്ന മുല്ലപ്പൂ വിപ്ലവമുള്ള വിപ്ലവം സുഗന്ധപൂർണമാകണം. അല്ലാതെ അത് രക്തത്തിൻ്റെ മണമുള്ളതായിരിക്കരുത് വിപ്ലവം. മറിച്ച് വിപ്ലവം ജനാധിപത്യത്തിൻ്റെ, സമത്വത്തിൻ്റെ മുല്ലപ്പൂ സുഗന്ധമുണ്ടാക്കുന്നതാണ് എന്നതിലേക്കുള്ള ആ വിപ്ലവത്തിൻ്റെ മാർഗത്തിലേക്ക് അവരെ നയിക്കുന്നതും പ്രവാചക തിരുമേനിയുടെ അളവറ്റ കാരുണ്യത്തിൻ്റെ ബലത്താൽ തന്നെയാണ് എന്ന് നമുക്ക് വർത്തമാന കാലഘട്ടത്തിലെ വിപ്ലവത്തെ മുൻനിർത്തി നമുക്ക് പറയാനായിട്ട് സാധിക്കും. അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പാശ്ചാത്യ ഗൂഢാലോചനയുണ്ട്. വളരെ അപകടകരമായ വിധത്തിലേക്ക് ഈ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നതും ഏകാധിപതികളുടെ നുകപ്പാടിൽ അകമട്ട് പോയ ജനത വിമോചനത്തിൻ്റെ പുതിയ കാലത്തിലേക്ക് ഉണരുകയും ചെയ്യുമ്പോൾ അവരെ വലിയ തോതിൽ സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി നടത്തുന്ന അപകടകരമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പ്രവാചക നിന്ദയുടെ പുതിയ കാല വർത്തമാനകാലത്തെ നമ്മൾ കാണേണ്ടത്. അതങ്ങനെ തന്നെയാണ്, കൂടുതൽ കൂടുതൽ കലുഷിതമാക്കുക. അതുകൊണ്ട് അത് ഒരു വലിയ ചതിയാണ് എന്ന് തീർച്ചയായും ആ വിപ്ലവത്തിൻ്റെ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന സുഹൃത്തുക്കൾ തിരിച്ചറിയണം. ഇതൊരു വലിയ ചതിയാണ്. അതിനോട് അതേ രീതിയിൽ പ്രകോപനപരമായി തന്നെയാണ് അതിനെ നേരിടുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന വസന്ത വിപ്ലവത്തിൻ്റെ ഭൂപ്രദേശങ്ങളൊക്കെയും വീണ്ടും വീണ്ടും ശൈത്യത്തിലേക്ക് പോകാനാണ് സാധ്യത എന്നൊരു വലിയ തിരിച്ചറിവുണ്ടാവുകയും വേണം. അവിടെയാണ് പറയുന്നത്. അവിടെ ഈ പ്രവാചക നിന്ദയുടെ ഒരു കാരണം എന്ന് പറയുന്ന തീർച്ചയായും അതിൻ്റെ പിറകിൽ പതുങ്ങിയിരിക്കുന്ന അഗാധമായ രാഷ്ട്രീയ ഗൂഢാലോചനകളുണ്ട് എന്നും അതിൻ്റെ പിന്നിൽ വലിയ ഒരുതരം കോർപ്പറേറ്റ് ക്യാപിറ്റൽ അതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നും ഒക്കെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അതിനാണ് അവിടെ അളവറ്റ കാരുണ്യത്തിൻ്റെ ഈ ഒരു സന്ദേശം നമ്മൾ ഏറ്റെടുക്കുകയും ഇങ്ങനെയുള്ള വലിയ ബഹുജനങ്ങളുടെ മഹാസംഗമങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിരോധം. ഇത് വളരെ ജനാധിപത്യപരമായ കൂട്ടായ്മയാണ്, ആർദ്രചിത്തരായ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ്. അങ്ങനത്തെ ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധം, അതിനെതിരെയുള്ള സർഗാത്മക പ്രതിഷേധം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല ഈ നിന്ദിക്കുന്നത് ആണ്. നീചവൃത്തി എങ്ങനെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമായി മാറുക എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഒരു വിശ്വാസികളെ അവരുടെ വിശ്വാസങ്ങളിൽ ഹനിക്കുന്നത് എങ്ങനെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമായി മാറുക എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും അതൊന്നുമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം. മറിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിശ്വാസത്തിൽ ജീവിച്ച് മരിക്കാനുള്ള അവകാശമുണ്ട്. അതാണ്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ലോകത്തിലെ മഹത്തായ മനുഷ്യരുടെ മഹത്തായ സന്ദേശങ്ങളെ സർഗാത്മകമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം. ചരിത്രം പഠിക്കേണ്ടി വരുന്നുണ്ട്. ലോകത്തിൻ്റെ ഏതേത് ദിക്കുകളിലുള്ള ഏതേത് ജനവിഭാഗത്തിനും 23 വർഷക്കാലത്തെ പ്രവാചകന്റെ ജീവിതത്തെ വിമർശനാത്മകമായ പഠനത്തിന് വിധേയമാക്കിയാൽ പോലും അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ വ്യക്തിത്വത്തിൻ്റെ ഏതെങ്കിലും ഒരു തലത്തെ എടുത്തുയർത്തിക്കാട്ടിയിട്ട് ഇത് മനുഷ്യത്വ വിരുദ്ധമാണ്, ഇത് പ്രകൃതി വിരുദ്ധമാണ്, ഇത് രാജ്യവിരുദ്ധമാണ്, ഇത് മാനവിക വിരുദ്ധമാണ് എന്ന് സൂചിപ്പിക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രവാചക നിന്ദയിലൂടെ രൂപപ്പെട്ടു വരുന്ന വിവാദങ്ങൾക്ക് മധ്യേ സ്വന്തം ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ പ്രവാചകനോടുള്ള സ്നേഹം എൻ്റെ നാവിൻ തുമ്പിലല്ല, അല്ലാഹുവിൻ്റെ പ്രവാചകനോടുള്ള സ്നേഹം എൻ്റെ വികാര പ്രകടനത്തിലല്ല, അല്ലാഹുവിൻ്റെ പ്രവാചകനോടുള്ള സ്നേഹം എൻ്റെ ജീവിതം കൊണ്ട് ആവിഷ്കരിക്കുവാൻ എനിക്കേതളവിൽ സാധ്യമാകുന്നു എന്നതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ലോകത്തിൻ്റെ ദിക്കുകളിൽ നിന്ന് പ്രവാചക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ വിപ്ലവത്തിൻ്റെ പുതിയ വസന്തം വിരിയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ടെററിസത്തിൻ്റെയും അതുപോലെ തന്നെ തീവ്രവാദത്തിൻ്റെയും മുദ്ര ഈ രാജ്യത്ത് പൊട്ടിച്ചിതറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ മുദ്ര ചാർത്തുന്ന
നടത്തുന്നതിന് വേണ്ടിയുള്ള പാശ്ചാത്യത്തിൻ്റെയും സയനിസത്തിൻ്റെയും കൂട്ടായ യത്നത്തെ യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ചര്യമുറുകെ പിടിച്ചുകൊണ്ട് തിരുത്തി കുറിക്കുവാൻ, അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ വ്യക്തിത്വ പ്രഭാവം കൊണ്ട്, ജീവിതത്തിൻ്റെ നന്മകൾ കൊണ്ട്, പ്രവാചകൻ ഉദ്ഘോഷിച്ച മൂല്യങ്ങൾ കൊണ്ട് അതിനെ അതിജീവിക്കുവാൻ ആധുനിക ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട്. മതത്തിൻ്റെ സങ്കുചിതമായ ചട്ടക്കൂടുകളിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കുക, സാമുദായികതയുടെ അതിർവരമ്പുകളിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കുക. റൈറ്റ് ഓർ റോങ് മൈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ വർഗീയതയോളം ചെന്നെത്താൻ സാധ്യതയുള്ള സാമുദായിക ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടല്ല ആധുനിക ലോകത്തെ മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കേണ്ടത്. അതുപോലെ തന്നെ അതിരുകൾ ഇട്ടുകൊണ്ട്, അതുപോലെ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനപരമായ ചട്ടക്കൂടുകൾക്കകത്ത് മാത്രം നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ പൊതുമണ്ഡലത്തെ ഏതെങ്കിലും തോന്നിവാസികൾക്ക് വേണ്ടി തീരെഴുതി കൊടുത്തുകൊണ്ട് ഉൾവലിയുന്ന ഒരു സമീപനവുമല്ല മുസ്ലിം കമ്മ്യൂണിറ്റി സ്വീകരിക്കേണ്ടത്. ബഹുമാന്യനായ നമ്മുടെ സുഹൃത്ത്, നമുക്കില്ലാത്ത തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. മൂലമ്പള്ളിയിലും അതുപോലെ തന്നെ ചെങ്ങറയിലും എത്തിയിരിക്കുന്നത് വിശുദ്ധ വേദഗ്രന്ഥമാണ്. ചെങ്ങറക്കാരുടെ കൂടെ മഹാനായ പ്രവാചകനാണ്. തെരുവിൽ ആത്മീയതയുടെ സമരമുഖം തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആരാധനാ കേന്ദ്രങ്ങളിൽ ആത്മീയമായ കരുത്ത് നമുക്ക് പ്രദാനം ചെയ്യുന്ന വിശ്വാസ സംഹിതയുടെ അതിശക്തമായ കരുത്തിൽ നിന്ന് തെരുവിൽ പുതിയ വിപ്ലവത്തിൻ്റെ വസന്തം വിരിയിക്കുവാൻ, ഈ രാജ്യത്ത് നിരാലംബരും നിസ്സഹായരുമായ മനുഷ്യ മക്കളുടെ കൂടെ നിൽക്കുവാൻ, മൗലികമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുവാൻ, ആ പോരാട്ടത്തിൻ്റെ ഏറ്റവും നല്ല ശക്തിയും അതുപോലെ തന്നെ അതിശക്തമായ പ്രചോദനവുമായി മാറുവാൻ മഹാനായ പ്രവാചകനെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട്, അത് നമ്മുടെ പാരമ്പര്യമാണ്, അത് പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ്. അത് കേരളത്തിൽ നാം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ മതപണ്ഡിതന്മാരുടെ പാരമ്പര്യമാണ്. പള്ളി ദർസുകളിൽ നിന്ന് നമുക്ക് അവരതാണ് പകർന്നു തന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാരനെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി പടവെട്ടുന്നത് ജിഹാദാണ് എന്ന് പഠിപ്പിച്ച സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ പിന്തലമുറയിൽപ്പെട്ട ആളുകളാണ് നമ്മൾ. ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ പുതിയ വിപ്ലവത്തിൻ്റെ ശലഭങ്ങളാകുന്നതിന് നാം നമ്മുടേതായ യത്നം, നമ്മുടേതായ അധ്വാന പരിശ്രമം ചിലവഴിക്കുക. അതാണ് നമ്മിൽ നിന്ന് പ്രവാചകൻ താല്പര്യപ്പെടുന്നത്. മഹാനായ പ്രവാചകൻ പറഞ്ഞല്ലോ, ലോകത്ത് ഫിത്നകൾ ഉണ്ടാകും, ലോകത്ത് ഫസാദുകൾ ഉണ്ടാകും. മൻ തമസ്സക സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ശഹീദ്. നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നുവോ എങ്കിൽ പ്രവാചകന്റെ വചനത്തെ നമ്മൾ ശിരസ വഹിക്കുക. മൻ തമസ്സക സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ആര് മുറുകെ പിടിച്ചുവോ, ഇൻദ ഫസാദി ഉമ്മത്തി, എൻ്റെ സമുദായം വ്യതിചലനത്തിൻ്റെയും അപഭ്രംശത്തിൻ്റെയും ഛിദ്രതയുടെയും തലത്തിലേക്ക് എത്തിപ്പെടുന്ന ഘട്ടത്തിൽ ഫലഹു അജ്റു മിഅത്തി ശഹീദ്, അത്തരത്തിലുള്ള ആളുകൾക്ക് 100 ഷഹീദിൻ്റെ രക്തസാക്ഷിയുടെ കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകന്റെ ചര്യകളെ അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ പ്രകാശമാനമാക്കിക്കൊണ്ട് പ്രഭചൊരിഞ്ഞുകൊണ്ട് ലോകത്ത് വെളിച്ചത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കണം, സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.